ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മൾ വീണ്ടും ആശയാനയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓവൻ സീരീസിലെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വേഗം റെസിപ്പി നോക്കാം. ഫ്രിഡ്ജിലൊരു ഗോബി ഉണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഇവിടുന്ന് കൂട്ടിലാണ്ടി പോവാണ്. അപ്പോൾ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗോബി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളാട്ടോ. ഇന്നും നമ്മൾ ഓവൻ സീരീസ് തന്നെയാണ്, അഗാരയുടെ OTGയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും റെസിപ്പി കാണിക്കുന്നത്. ഇതാ ഈ ഒരു ട്രേയിലാണ് നമ്മൾ ചെയ്യുന്നത് റെസിപ്പി. അപ്പോൾ നമുക്കിതിൻ്റെ സീസണിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുരിമെത്തി, ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ പീസസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ഗോബി ഉള്ളൂ, ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള പീസസ് കളയണ്ടല്ലോ. പിന്നെ കുറേ ഗോപിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള 2 പീസ് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കറികൾ ഉണ്ടാക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാം. ട്രേയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ആദ്യം കുറച്ച് നേരം വേവിച്ചെടുക്കുക. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് 180 ഡിഗ്രി സെൽഷ്യസിലൊത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കിതിൻ്റെ സീസണിങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അഗാരയുടെ ഈ ഒരു OTG പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ കോളിഫ്ലവർ ഗ്രില്ല് അല്ലെങ്കിൽ ഗോബി ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കഴിച്ചു നോക്കിയപ്പം. പിന്നെ ഒരു ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് ചായൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ഗോപിൻ്റെ ഇതിലേക്ക് ചട്നിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ, ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.